നാച്ചുറൽ ബ്രിഡ് കാവൻസ്. USA-യിൽ ടെക്സസ് സ്റ്റേറ്റിലെ സാൻ ആന്റണിയോ ഡൗൺ ടൗണിൽ നിന്നും 30 കിലോമീറ്റർ അകലെ ഹിൽ കൗണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു നാച്ചുറൽ കേവ്സ്, അതായത് ഗുഹകളിലെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുവാനാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്നത്. ഫ്രണ്ട്സ്, ഞാൻ പത്മനാഭൻ. എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഈ കേവ്സിലേക്ക് പോകുവാനുള്ള ടിക്കറ്റും മറ്റും കിട്ടുന്ന സ്ഥലം. ഇതിനോടനുബന്ധിച്ച് ഒരു സ്റ്റോറും കൂടാതെ ഭക്ഷണം കിട്ടുന്ന സ്ഥലവും ഡൈനിങ് ഏരിയയും ഒക്കെയുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ടിക്കറ്റ്സ് ഒക്കെ എടുത്ത് കേവ്സ് കാണുവാനുള്ള എക്സൈറ്റ്മെൻറ്റിലുള്ള മുന്നോട്ടുള്ള നടത്തം. പുറമേയുള്ള വളരെ വിശാലമായ മനോഹരമായ ഒരു ഏരിയയാണിത്. മരം കൊണ്ടുണ്ടാക്കിയ ഈ വഴിയിലൂടെ പോയാൽ ഗുഹയിലേക്ക് പ്രവേശിക്കേണ്ട സ്ഥലത്ത് എത്താം. ബാച്ച് വൈസായിട്ട് ഗൈഡുകളാണ് ഗുഹയിലേക്ക് വിസിറ്റേഴ്സിനെ കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ ഗൈഡ് എത്തി. ഗൈഡ് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി കേവ്സിനെ പറ്റി ബ്രീഫ് ചെയ്യുന്നു. Because of this discovery, in 1963, the landowner officially began development on the caves for eventual tours. And on July 3rd, 1964, that first official tour went down. Later that same year, August 5th, 1964, the late Governor John B. Connolly held a small dedication ceremony right here in the sinkhole, dedicating that lower plaque there to our 4 explorers, as well as the 4 developers of the cave. Then later, we added the upper plaque for Mrs. Clara Wolf Wiest Heidemann. She was the original landowner and the woman most responsible for the development of the cave. Without her, we wouldn't be going in there today. Now, in a moment, we're about to head down to the first real room of this cave. In this room, we'll be taking some group photos. As we go down, there's going to be a white sign there on the right. This is the Texas Law and Cavern Protection Act. Give it a read if you'd like. All I ask is, don't go past that sign as I'm taking group photos. If you do, you'll end up in the back of someone else's photo. And although photobombing's a lot of fun, no one wants a stranger on the fridge for the next 20 years. So just hang out behind that sign until I call your group down. And you'll hear me say this quite a lot. But it will be wet, it will be steep. Take steady, small steps. But with that, let's head on in. Follow me. 1960 സാൻ ആന്റോണിയോയിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് മേരീസ് യൂണിവേഴ്സിറ്റിയിലുള്ള 4 സ്റ്റുഡൻസ് അതുവരെ ഒരു കന്നുകാലി ഫാമായിരുന്ന ആ സ്ഥലത്തിൻ്റെ ഉടമകളെ കണ്ട് ഏരിയയിലെ ഗവേഷണത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി ബോധ്യപ്പെടുത്തുകയും അങ്ങനെ അവരുടെ ഗവേഷണം തുടരുകയും ചെയ്തതാണ്. അവരുടെ ഗവേഷണത്തിൻ്റെ അനന്തരഫലമായിട്ടാണ് ഇന്ന് കാണുന്ന കേവ്സിലേക്ക് എത്തിച്ചേർന്നത്. 1964 ജൂലൈ 3-നാണ് ഈ സ്ഥലം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. അത് ക്രമേണ ടെക്സസിലെ തന്നെ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുകയും ചെയ്തു. ഈ ഗുഹയിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയ സെന്റ് മേരീസ് ഹാൾ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഗുഹയുടെ ഗവേഷണം തുടങ്ങിയ സാൻ ആന്റോണിയോവിലെ സെന്റ് മേരീസ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിൻ്റെ ഓർമ്മക്കായാണ് ഇതിൻ്റെ പേര് സെന്റ് മേരീസ് ഹാൾ എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ അകത്തുണ്ടാക്കിയ വഴികളിൽ കൂടുതലും
കേവ്സിലെ ലൈംസ്റ്റോൺ ഫ്ലോറിൽ നിർമ്മിച്ചതാണെങ്കിലും പല സ്ഥലത്തും, അതായത് പർഗേറ്ററി ക്രീക്ക് എന്ന് അറിയപ്പെടുന്ന ഏരിയയിലെ വഴികളൊക്കെ പാലം പണിതുണ്ടാക്കിയതാണ്. പാലത്തിൻ്റെ മേലൂടെയാണ് നടന്നു പോകുന്നത്. നടന്നു പോകുമ്പോൾ നമ്മൾക്കത് മനസ്സിലാവുകയില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഉണ്ടെങ്കിലും മറ്റു ചില സ്ഥലങ്ങളിലൊക്കെ ഡാർക്കാണ് താനും, ഇരുട്ടാണ് താനും. ഇതൊരു ജീവിച്ചിരിക്കുന്ന ഗുഹയാണ് എന്ന് തന്നെ പറയാം. പാറകളുടെ മുകളിൽ നിന്നും, അതായത് റൂഫിന്റെ മേലെ നിന്നും വെള്ളം പല സ്ഥലങ്ങളിലും ഇറ്റിറ്റായി വീണുകൊണ്ടിരിക്കും. അതിനാൽ തന്നെ താഴെ ഭാഗം സ്ലിപ്പറിയാണ്. നടക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നടക്കണം. അതുകൊണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ഹാൻഡ് റെയിൽസിൽ പിടിച്ചു നടക്കുന്നതായിരിക്കും ഉത്തമം. അല്ലെങ്കിൽ സ്ലിപ്പ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ ഗുഹകളിലെ വളരെ അത്ഭുതകരമായ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നടക്കുമ്പോൾ മറ്റ് പ്രശ്നങ്ങളൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ ഗുഹയിലേക്ക് പ്രവേശിക്കാനുള്ള ടിക്കറ്റ് നിരക്ക് $31 മുതൽ $37 വരെ എഡൽസിനും, കുട്ടികൾക്കാണെങ്കിൽ $20 മുതൽ $26 വരെയുമാണ്. ടിക്കറ്റ് നിരക്ക് ദിവസത്തിനും സീസണും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാനും, അതുപോലെ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. In fact, all these paths are built with the water in mind. We have different certain water paths for them to go down, so it's not wet the entire way down. But we made sure that wherever that water wants to go. ഈ കേവ്സിന്റെ സമയം മൺഡേ മുതൽ തേഴ്സ്ഡേ വരെ 9 മണി മുതൽ 4 മണി വരെയും, പിന്നെ ഫ്രൈഡേയും സൺഡേയും 9 മണി മുതൽ 5 മണി വരെയും വൈകുന്നേരം. സാറ്റർഡേ ആണെങ്കിൽ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുമാണ്. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ പർഗേറ്ററി ക്രീക്ക്. ഇവിടെ പാലത്തിലൂടെയാണ് വഴി. താഴെ കാണുന്ന അരുവിയിലെ വെള്ളം വളരെ പരിശുദ്ധമാണ്. കണ്ടു, ഞാൻ പറഞ്ഞതുമാതിരി എല്ലാവരും ഈ റെയിൽസിന്റെ സഹായത്തോടു കൂടിയാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഈ കാണുന്ന ഏരിയയാണ് കാസിൽ ഓഫ് ദ വൈറ്റ് ജയൻസ് എന്നറിയപ്പെടുന്നത്. ഇത് ഈ ഗുഹയിലെ ഏറ്റവും വലുതും ഉയരം കൂടിയതുമായ മുറിയാണ്. അതിനാലാണ് ഇതിനെ ഈ പേരിൽ അറിയപ്പെടുന്നത്. കൂടാതെ തിളങ്ങുന്ന വെള്ള ലൈംസ്റ്റോൺ കൊണ്ട് മനോഹരമായിട്ടാണ് ഇതിൻ്റെ പരിണാമം. ഇതിൻ്റെ നീളം 250 അടിയും വീതി 120 അടിയും ഉയരം 60 അടിയുമാണ്.
50 അടി ഉയരത്തിലുള്ള ലൈംസ്റ്റോൺ കൊണ്ടുള്ള ഈ തൂണിനെയാണ് വാച്ച് ടവർ എന്നറിയപ്പെടുന്നത്. കാണാൻ എന്താ ഭംഗിയെന്ന് നോക്കിക്കേ. ഇത് വളരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത്. കൂടാതെ അത് ഗുഹയുടെ സീലിംഗ് വരെ ഉണ്ട് താനും. ഇതാണ് ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ, എമറാൾഡ് ലേക്ക്. വളരെ പരിശുദ്ധമായ ജലമാണ്, വളരെ ശാന്തമാണ്. ഇത് നല്ലൊരു നാച്ചുറൽ വാട്ടർ ഫിൽട്ടർ കൂടിയാണ്. ഈ തടാകത്തിന്റെ അടിഭാഗവും സൈഡുകളിലും ഒക്കെ കാൽസ്യം കാർബണേറ്റും ക്ലേയും കൂടി കലർന്ന ഒരു കോട്ടിംഗ് ആയിട്ടാണ് രൂപാന്തരപ്പെട്ടിട്ടുള്ളത്. As y'all are looking up at the ceiling, I'm wondering if you've noticed anything different about it. Namely, this sort of upside down stair step pattern that goes all the way up to the very top. That's because this room formed in a different way than your. Well, the ceiling of this cave would have been covered in that, all crisscrossing, making it but I also go by Jake from State Farm. Hey, you, or just scream red shirt guy, I'll come running. But with that. ഈ ഗുഹക്കുള്ളിലുള്ള ടെമ്പറേച്ചർ 21 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഇതിലെ ഹ്യൂമിഡിറ്റി 99%. ഒന്നേ 1.2 കിലോമീറ്റർ നീളമുള്ള ഈ ഗുഹയിലൂടെ നടക്കുവാനായിട്ട് 60 മിനിറ്റ് മുതൽ 70 മിനിറ്റ് വരെ സമയമെടുക്കുമെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഗുഹയിലെ വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിനി പുറത്തേക്ക്. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു സൂൺ.